പുതുരുചികളും ചില അടുക്കള കാര്യങ്ങളുമാണ് ഈ വനിതയിൽ. പാർട്ടികൾക്ക് തയ്യാറാക്കാവുന്ന ഒരു വെജ് സ്റ്റാർട്ടറാണ് ഇന്ന് വനിതയിലൂടെ നമ്മൾ ആദ്യം കാണുന്നത്. ഇത് നമുക്കായി തയ്യാറാക്കുന്നു മീര മനോജ്. പാർട്ടികളിൽ മാത്രമായിരുന്നു മുമ്പൊക്കെ സ്റ്റാർട്ടേഴ്സ് നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് സ്നാക്സ് ആയിട്ടും സ്റ്റാർട്ടേഴ്സ് മാറിക്കഴിഞ്ഞു. അപ്പോൾ വളരെ കോമൺ ആയി കഴിഞ്ഞു സ്റ്റാർട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ഐറ്റം. അങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സ്റ്റാർട്ടർ അല്ലെങ്കിൽ സ്നാക്സ് ഐറ്റം നമുക്കിന്ന് പരിചയപ്പെടാം. ഇത് പൊട്ടറ്റോ കോൺ ബാസ്ക്കറ്റാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പൊട്ടറ്റോ തന്നെയാണ്. അതിൻ്റെ കൂടെ നമ്മൾ സ്വീറ്റ് കോൺ, അതുപോലെ ബേബി കോൺ, അങ്ങനെ പലതും യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് പൊട്ടറ്റോ കോൺ ബാസ്ക്കറ്റ് എന്നാണ് പേര്. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം കാണാം. ആവശ്യമായിട്ടുള്ളത് 1/2 കിലോ പൊട്ടറ്റോ യൂസ് ചെയ്യുന്നുണ്ട്. പൊട്ടറ്റോ നന്നായിട്ട് ബട്ടറും ഉപ്പും ഇട്ട് നമ്മൾ കുഴച്ചതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇനി അടുത്തത് വേണ്ടത് ടൊമാറ്റോ. അത് വളരെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഒരു അല്പം ഒലിവ് ഓയിലിൽ. കാരണം ഈ ഒരു ഡിഷിൻ്റെ പ്രത്യേകത, ഇതൊരു കോണ്ടിനെൻ്റൽ ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ കേരള സ്റ്റൈലിലുള്ള കോക്കനട്ട് ഓയിലൊന്നും ഇതിന് നമ്മൾ യൂസ് ചെയ്യാറില്ല. ഇനി ആ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്, കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ആക്ച്വൽ ഫ്ലേവർ എന്ന് പറയുന്നത് ഒലിവ് ഓയിലിൽ നമ്മൾ സോട്ട് ചെയ്തെടുത്ത ഈ ടൊമാറ്റോ ആണ്. ഇതിന് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ക്രഷ് ചില്ലിയോ, അതായത് വത്തലുമുളക് ഉണങ്ങി പൊടിച്ചത്, അല്ലെങ്കിൽ പെപ്പർ പൗഡർ ഇടാം, അല്ലെങ്കിൽ റെഡ് ചില്ലി പൗഡർ. ഈ മൂന്നിൽ ഏതെങ്കിലും ഒരൈറ്റം ഇടാവുന്നതാണ്. ഇപ്പം ഞാനിതിൽ ഒരല്പം റെഡ് ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്, അത് ചുവന്ന മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഡിഷിൻ്റെ പേര് പോലെ തന്നെ കോണാണ് അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതിന് സ്വീറ്റ് കോൺ വേണം. സ്വീറ്റ് കോൺ ഇപ്പോൾ ധാരാളമായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അത് നമ്മൾ വേവിക്കൊന്നും വേണ്ട, അങ്ങനെ തന്നെ നല്ല സ്വീറ്റ് കോൺ നമുക്ക് പാക്കറ്റഡ് ആയിട്ട് കിട്ടും. അതുപോലെ അടുത്ത ഐറ്റമാണ് ബേബി കോൺ. ബേബി കോണും ധാരാളമായിട്ട് ഇപ്പോൾ എല്ലായിടത്തും കിട്ടാറുണ്ട്. തൊലി കളഞ്ഞ ഫ്രഷ് ആയിട്ട് നല്ല ബേബി കോൺ ചിലയിടത്ത് പാക്കറ്റഡ് ആയിട്ട് കാണാറുണ്ട്. അല്ലാതെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഫുൾ കവേർഡ് ആയിട്ടുള്ള ബേബി കോൺ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമുക്കത് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഈ ഡിഷ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എടുത്താലും മതി. ഇനി വേണ്ടത് മൊസറല്ല ചീസാണ്. ഇത് സാധാരണയായിട്ട് പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറ്. നമ്മുടെ ഈ ഒരു ഡിഷിന് മൊസറല്ല ചീസ് തന്നെ വേണം. അത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. പിന്നെ വേണ്ടത് ഒറിഗാനോ എന്ന് പറയുന്ന ഒരു ഫ്ലേവറിങ് ഏജൻ്റാണ്. ഈ നമ്മുടെ ഡിഷിൻ്റെ ഫ്ലേവർ മുഴുവനും ഈ ഒരു ഒറിഗാനോയിലാണ്. അതുകൊണ്ട് ഇത് മസ്റ്റായിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇനി വേണ്ടത് ബട്ടർ ആവശ്യമാണ്, അതുപോലെ കോൺഫ്ലോർ ആവശ്യമാണ്, പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇത്രയുമാണ് നമ്മുടെ പൊട്ടറ്റോ കോൺ ബാസ്ക്കറ്റിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഈ വളരെ വ്യത്യസ്തമായ വളരെ ടേസ്റ്റുള്ള നമ്മുടെ പൊട്ടറ്റോ കോൺ ബാസ്ക്കറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കാണാം. ഇതിൻ്റെ ആദ്യ സ്റ്റെപ്പിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മളൊരു നോൺ സ്റ്റിക്ക് പാനിൽ ബട്ടർ ഇടണം. ആ ബട്ടർ മെൽറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഈ ഓരോ പൊട്ടറ്റോ ബാസ്ക്കറ്റും നമ്മളിതിലേക്ക് വെച്ച് വളരെ ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് ബട്ടർ ഇടാം. ഈ ബട്ടർ നമുക്കൊന്ന് മെൽറ്റ് ചെയ്യിക്കണം. നമ്മുടെ ബട്ടർ മെൽറ്റായി തുടങ്ങി. അപ്പോൾ ഈ സമയത്ത് ചെറുതായിട്ടൊന്ന് തീ കുറച്ചിട്ട് ഇനി നമുക്ക് ഈ പൊട്ടറ്റോ ഇവിടെ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ഓരോന്നും ചെറിയ ഉരുളകളാക്കണം. നമ്മൾ ചെറിയ ഉരുളയാക്കി ഇതാദ്യം എടുത്തിട്ട് അത് വീണ്ടും ഒന്ന് ഫ്ലാറ്റൻ ചെയ്ത് ഒന്ന് പരത്തി ഒരു ബാസ്ക്കറ്റിൻ്റെ ഷേപ്പിലാക്കണം. ഓരോന്നും ഇതുപോലെ ചെയ്യണം. ഒരു അല്പം നല്ലൊരു തിക്നെസ് ഉണ്ടാവണം ഇതിന്. തീരെ കനം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു പൊട്ടറ്റോ ബാസ്ക്കറ്റ് ഉണ്ടാക്കി. ഇനി ഇത് ഒരു അല്പം കോൺഫ്ലോറിൽ 2 സൈഡും ഒന്ന് ഡിപ്പ് ചെയ്യണം. ബാസ്ക്കറ്റ് നമുക്ക് ഈ ബട്ടറിലേക്ക് വയ്ക്കണം. ഈ സമയത്ത് ഒന്ന് തീ ഓഫ് ചെയ്തിട്ടാൽ കുഴപ്പമില്ല. കാരണം എല്ലാം നമ്മളിതിൽ പ്ലേസ് ചെയ്ത ശേഷം നമുക്ക് വേണമെങ്കിൽ വീണ്ടും തീ ഓൺ ചെയ്താൽ മതി. കാരണം ബട്ടർ നന്നായിട്ട് മെൽറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോ വീണ്ടും ബോളുകളാക്കിയിട്ട് ഇതിൽ പ്ലേസ് ചെയ്യാം. കോൺഫ്ലോറിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകാതെ സൂക്ഷിക്കണം.
കാരണം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ മാഷ് പൊട്ടറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ ഒത്തിരി നമ്മൾ കെയർഫുള്ളായിട്ട് വേണം ഓരോ ബാസ്ക്കറ്റും തയ്യാറാക്കാൻ. ഇതേ മെത്തേഡിൽ നമുക്കിത് എല്ലാ ബാസ്ക്കറ്റും നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. നമ്മൾ ഓരോ പൊട്ടറ്റോ ബാസ്ക്കറ്റും ഇതിൽ നന്നായിട്ട് ഫ്ലാറ്റൻ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് വീണ്ടും തീ ഓൺ ചെയ്തിട്ട് ഈ ഇപ്പോൾ വച്ചിരിക്കുന്ന ഓരോ ബാസ്ക്കറ്റിൻ്റെയും ആ ഒരു അടിവശം ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നതിന് വരെ വെയിറ്റ് ചെയ്യാം. ലൈറ്റ് ബ്രൗൺ ആയി ഓരോ പൊട്ടറ്റോ ബാസ്ക്കറ്റ് നമ്മൾ പൊടിഞ്ഞു പോകാതെ സൂക്ഷിച്ച് ഒന്ന് തിരിച്ചിടുന്നു. ഇപ്പോൾ പൊട്ടറ്റോ ബാസ്ക്കറ്റിൻ്റെ ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ ആയി നമ്മൾ മറ്റേ വശം തിരിച്ചിട്ടു. ഇനി ഇപ്പോൾ ചെയ്യേണ്ട അടുത്തത് സ്റ്റെപ്പ് നമ്മൾ ഒന്ന് തീ ഓഫ് ചെയ്ത് വെക്കണം. കാരണം എന്ന് വെച്ചാൽ ഈ ഓരോ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിന് മുകളിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അടിവശം വല്ലാതെ കരിഞ്ഞു പോകരുത്. അതുകൊണ്ടാണ് നമ്മൾ ആ സമയത്തൊന്ന് തീ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇതിലെ ആവശ്യമായിട്ടുള്ള ഓരോ ഫില്ലിങ്ങും വയ്ക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ടൊമാറ്റോ നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊരല്പം ഇതിൻ്റെ മുകളിൽ ഒന്ന് പരത്തി വയ്ക്കുക. ഇപ്പോൾ ഇതാ ഓരോന്നിൻ്റെയും മുകളിൽ നമ്മൾ ആവശ്യത്തിന് ടൊമാറ്റോ സോട്ട് ചെയ്ത് വെച്ചത് പ്ലേസ് ചെയ്തു. ഇനി വേണ്ടത് ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ചീസ് ഇടാം. ഈ സമയത്ത് ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർക്കാവുന്നതാണ്. ഇനി വേണ്ടത് നമ്മുടെ സ്വീറ്റ് കോൺ ഇതിലേക്ക് ആവശ്യത്തിന് ഓരോ ബാസ്ക്കറ്റിൻ്റെയും മുകളിൽ പ്ലേസ് ചെയ്യണം. ഇനി വേണ്ടത് ബേബി കോൺ ആണ്. ബേബി കോൺ വളരെ കനം കുറച്ച് നന്നായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഒരുപാട് വേണ്ട, ഇതിലൊരു ഓരോന്നിലും ഒരു 2-3 എണ്ണം വീതം നമുക്ക് പ്ലേസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൽ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരല്പം ഒറിഗാനോ ഇതിൽ സ്പ്രെഡ് ചെയ്യാം. ഇനി ഈ സമയത്ത് വേണമെങ്കിൽ ഒരല്പം പെപ്പർ പൗഡറോ ഒക്കെ നിങ്ങളുടെ ഫാമിലിയിൽ ഇഷ്ടമുള്ളതുപോലെ, എരിവ് കൂടുതൽ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഈ സമയത്ത് പെപ്പർ പൗഡർ ഇതിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്യാവുന്നതാണ്. ഇനി വീണ്ടും ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഒരു അല്പം ചീസ് കൂടി നമുക്ക് ഇതിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യാം. ഈ ചീസ് ഇങ്ങനെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് ഇറങ്ങുന്നതാണ് ഇതിൻ്റെ ഒരു മെയിൻ ടേസ്റ്റ്. അപ്പോൾ ആവശ്യത്തിന് ചീസ് നമ്മളിതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞു. ഇപ്പോൾ ശ്രദ്ധിക്കണം, വലിയൊരു ഹീപ്പായി പോകരുത്, ചെറിയൊരു എമൗണ്ട് മതി. ഇനി നമുക്ക് ഇത് വീണ്ടും ചെറിയ തീയിൽ ആ ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ ആക്കി എടുക്കാം. ഇപ്പോൾ ആണ് നമ്മുടെ പൊട്ടറ്റോ മാഷ് ചെയ്തിരിക്കുന്നത് ശരിക്കുള്ള ബാസ്ക്കറ്റ് ആയത്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു സെമി കുക്ക് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് മൊസറല്ല ചീസ് മെൽറ്റ് ആവുന്നതാണ് ഇതിൻ്റെ കണക്ക്. നമുക്ക് നോക്കാം. ചീസ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ കെയർഫുള്ളായിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതാ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നമ്മുടെ പൊട്ടറ്റോ കോൺ ബാസ്ക്കറ്റ് എല്ലാം റെഡി ആയി കഴിഞ്ഞു. സെർവിങ് ഡിഷിലേക്ക് മാറ്റി ഇളം ചൂടിൽ ഇതിപ്പോൾ എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. എല്ലാവരും ഇഷ്ടപ്പെടും. രുചികരമായ ഒരു ലിച്ചി പുഡിംഗ് കാണാം. ഇത് നമുക്കായി തയ്യാറാക്കുന്നു ഗേളി പീറ്റർ. ഇപ്പം നമ്മൾ സാധാരണ കാണുന്നത് ഐസ്ക്രീം, ഓറഞ്ച് സൂഫ്ലേ അല്ലെ ചോക്ലേറ്റ് സൂഫ്ലേ ഒക്കെയാണ്. അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ളൊരു പുഡിങ്ങാണ് ലിച്ചി പുഡിങ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. 2 കപ്പ് പാൽ, 2 എഗ്സ്, ജെലറ്റിൻ 4 ടീസ്പൂൺ ലെവൽ, 1 ടിൻ കണ്ടൻസ് മിൽക്ക്, 200 ml ക്രീം. ലിച്ചി നമുക്ക് ക്യാൻഡ് ലിച്ചിയാണ്. അതിനകത്ത് നമ്മൾ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു ടിന്നിൻ്റെ പകുതി എടുത്തിട്ടുണ്ടത്. അത്രയും നമുക്ക് ഇതിനാവശ്യമുണ്ട്. പിന്നെ ലിച്ചി ക്രഷ്, അത് നമുക്ക് വാങ്ങാൻ കിട്ടും, സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. അതൊരു 1/4 കപ്പ് നമ്മൾ
ഇതിൻ്റെ കൂടെ ചേർക്കണം. ഇനി നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ജെലറ്റിൻ എടുത്തിട്ട് ഐസ് വാട്ടറിൽ ഒരു 1/4 കപ്പ് ഐസ് വാട്ടറിൽ ഇത് സോക്ക് ചെയ്ത് വെക്കണം. 4 ടീസ്പൂൺ ലെവൽ ജെലറ്റിനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോക്ക് ചെയ്ത ജെലറ്റിൻ കുറച്ച് സമയം നമുക്ക് തണുത്ത വെള്ളത്തിൽ കലക്കി വെച്ചേക്കാം. 2 മുട്ടയാണ് ഈ ഒരു പാക്കറ്റ് പാലിന് വേണ്ടത്. അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. എഗ് യോക്ക് ആൻഡ് വൈറ്റ് സെപ്പറേറ്റ് ചെയ്യാം. നമ്മൾ റൂം ടെമ്പറേച്ചർ വെച്ചിരിക്കുന്ന മുട്ടയാണിത്. നമ്മളപ്പം മുട്ടയുടെ എഗ് യോക്ക് മാറ്റി വെച്ചു, വൈറ്റ് മാറ്റി വെച്ചു, അങ്ങനെ 2 സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചു. ഇനി നമ്മൾ യോക്ക് ആൻഡ് കണ്ടൻസ് മിൽക്കും കൂടെ ഒന്നിച്ച് ബീറ്റ് ചെയ്യാം. നമ്മൾ എഗ് യോക്ക് നമ്മൾ നല്ലതായിട്ട് ബീറ്റ് ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ കണ്ടൻസ് മിൽക്കും കൂടെ ചേർക്കാം. ഇത് 1 ടിൻ കണ്ടൻസ് മിൽക്കാണ്. ഇനി നമുക്ക് ഒന്നും കൂടെ ബീറ്റ് ചെയ്യാം. നന്നായി യോജിപ്പിച്ച ശേഷം നമുക്ക് 2 കപ്പ് പാലും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം. നന്നായി യോജിച്ചു. ഇനി നമുക്ക് 2 കപ്പ് പാലും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ച് ഒന്നും കൂടെ ബീറ്റ് ചെയ്യും. ഇനി നമുക്കത് അടുപ്പിൽ വെച്ചിട്ട് കസ്റ്റർഡാക്കി എടുക്കാം. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് കസ്റ്റർഡ് കാച്ചാം. നമുക്ക് കസ്റ്റർഡ് കുറുകുന്ന സമയത്തിന് മറ്റേ അടുപ്പിലോട്ട് നമുക്ക് ജെലറ്റിൻ നമ്മൾ കുതിർത്ത് വെച്ചത് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ കസ്റ്റർഡിൻ്റെ കൂടെ ചേർക്കാം. നമുക്ക് വെള്ളം ചൂടാകുമ്പോൾ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജെലറ്റിൻ ഇതിനകത്ത് വെച്ചിട്ട് മെൽറ്റ് ചെയ്യും. ഒന്ന് ചൂടായി കഴിയുമ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കസ്റ്റർഡ് കാച്ചാൻ. വെള്ളം ചൂടായി കഴിഞ്ഞു. അപ്പം സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ജെലറ്റിനും കൂടെ നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഇതുപോലെ വെള്ളത്തിനകത്ത് വെച്ച് ഉരുക്കിയെടുക്കുന്നതാണ് ഡബിൾ ബോയിലിംഗ് എന്ന് പറയുന്നത്. ആ സമയം തന്നെ നമ്മൾ കസ്റ്റർഡ് പിരിയാതെ കാച്ചുകയും വേണം. എപ്പോഴും നമ്മൾ കസ്റ്റർഡ് കാച്ചുമ്പോൾ അത് പിരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പതുക്കെ ഇളക്കി കസ്റ്റർഡ് കാച്ചേണ്ടത്. ഇത് പെട്ടെന്ന് സെറ്റാകണമെങ്കിൽ നമ്മൾ ഒരേ സെയിം കൺസിസ്റ്റൻസി വേണം. ഈ ചൂടും ജെലറ്റിൻ ഒഴുക്കുന്നതിൻ്റെ ചൂടും സെയിം ആയിരിക്കണം. ആ സെയിം ടെമ്പറേച്ചർ വേണം നമ്മൾ മിക്സ് ചെയ്യാൻ. ഇപ്പം നമ്മൾ കസ്റ്റർഡ് കാച്ചി കുറുകി കഴിഞ്ഞു. ഇനി നമ്മൾ ഉരുക്കിയ ജെലറ്റിൻ നമ്മൾ ഇതിനകത്തോട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഒരു 2-3 മിനിറ്റ് നമ്മൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തത് ഒന്നും കൂടെ ഇളക്കി ചേർക്കാം. ഇനി നമുക്ക് വാനില എസൻസും കൂടെ ചേർക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ്. ഇത് നമുക്ക് തണുക്കാൻ വെക്കാം. തണുത്ത ശേഷം മാത്രമേ നമ്മൾ ക്രീമും ലിച്ചി ക്രഷും നമ്മൾ ചേർക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഈ കസ്റ്റർഡ് ചൂടോടെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ നല്ലതായിട്ട് തണുപ്പിച്ച് കഴിഞ്ഞ ശേഷം മാത്രമേ ക്രീമും ലിച്ചി ക്രഷും ചേർക്കാം. ഇപ്പം നമ്മൾ കസ്റ്റർഡ് തണുപ്പിച്ചെടുത്തിരിക്കുക ഇത്. എന്നിട്ടത് നമുക്ക് വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റാം. ഇനി നമുക്ക് മുട്ടയുടെ വെള്ള നല്ലതായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കാം. ഇത് 2 മുട്ടയുടെ വെള്ളയാണ്. എഗ് യോക്ക് നമ്മൾ കസ്റ്റർഡിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇത് ബീറ്റ് ചെയ്യാവുന്നുണ്ട്.
മുട്ടയുടെ വെള്ള നല്ലതായിട്ട് പതപ്പിച്ചെടുത്തു. ക്രീം പതപ്പിക്കുക. ഇതപ്പോഴത്തേനും മാറ്റി വെക്കാം. നമ്മൾ മുട്ടയുടെ വെള്ള പതപ്പിച്ച് മാറ്റിക്കഴിഞ്ഞു. ഇനി നമുക്ക് 200 ml ക്രീമാണ്. ഇത് നമുക്കൊന്നും കൂടെ അടിച്ച് പതപ്പിക്കാം. നമ്മൾ ക്രീം അടിച്ച് പതപ്പിച്ച് കഴിഞ്ഞു. എപ്പോഴും ചില്ല് ചെയ്ത ക്രീമേ നമ്മൾ പുഡിങ്ങിന് ഉപയോഗിക്കാവുള്ളൂ. എന്നെങ്കിലേ നമുക്കിങ്ങനെ കട്ടിയായിട്ട് കിട്ടത്തുള്ളൂ. 1/4 കപ്പ് ലിച്ചിയുടെ ക്രഷാണിത്. അതും കൂടെ നമുക്ക് ക്രീമിനകത്തോട്ട് യോജിപ്പിക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ കസ്റ്റർഡ് ചൂടായിട്ടിരിക്കുമ്പോൾ ഈ ലിച്ചി ക്രഷൊന്നും ഉപയോഗിക്കരുത്. അപ്പോൾ നമുക്ക് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മളെപ്പോഴും കസ്റ്റർഡ് തണുപ്പിച്ച ശേഷം മാത്രമേ ഇത് യോജിപ്പിക്കാവുള്ളൂ. ഇതിപ്പം ക്രീമിനകത്തോട്ട് ഞാൻ ലിച്ചി ക്രഷും കൂടെ ചേർത്തു. ഇത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റർഡിലോട്ട് ആഡ് ചെയ്യാം. ലാസ്റ്റ് നമ്മൾ മുട്ടയുടെ വെള്ള ഇതിനകത്ത് ചേർക്കാവുള്ളൂ. ഇതിപ്പം നന്നായിട്ട് യോജിപ്പിച്ചു. ഇനി നമുക്ക് മുട്ടയുടെ വൈറ്റും കൂടെ ഇതിനകത്ത് ചേർക്കാം. എഗ് വൈറ്റ് ലിച്ചി ക്രഷ് നമ്മൾ ഈ കസ്റ്റർഡിനകത്തോട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്കത് പുഡിംഗ് ബൗളിലോട്ട് മാറ്റാം. നമ്മൾ പകുതി കസ്റ്റർഡ് പുഡിംഗ് ഡിഷിനകത്തോട്ട് ഒഴിച്ചു. ഇനി നമുക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ലിച്ചി ഇതിൻ്റെ അകത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ പകുതി ലിച്ചി ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞു. ഇനി ബാക്കി കസ്റ്റർഡും കൂടെ ഒഴിക്കാം. ബാക്കി വന്ന ലിച്ചീസും കൂടെ ഇതിനകത്ത് ഇടാം. അപ്പം നമ്മൾ ഇതെല്ലാം ഒഴിച്ച് ലിച്ചീസ് എല്ലാം മേളിൽ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കിത് ഫ്രിഡ്ജിനകത്ത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം, തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചു. സെറ്റ് ചെയ്യാൻ 3-4 മണിക്കൂർ എടുക്കും. അപ്പോൾ ഇത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ച പുഡിങ് ഞാൻ കട്ട് ചെയ്ത് ഒന്നുകൂടെ കാണിക്കാം. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലിച്ചി പുഡിങ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി കാണാം വീട്ടുകാര്യം. നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കാവുന്ന ചില ടിപ്സുമായി എത്തുന്നു രൂപ ജോർജ്. ഹായ് ആൻഡ് വെൽക്കം ടു വീട്ടുകാര്യം. സാലഡുകൾ നമ്മൾ മലയാളികൾ ധാരാളം ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ലഞ്ചിനാണെങ്കിലും നമ്മുടെ ഡയറ്റ് റീസൺസ് അല്ലെങ്കിൽ ഹെൽത്ത് റീസൺസ് ഇതൊക്കെ വെച്ച് നമ്മൾ ദിനം തോറും ഒരുപാട് സാലഡുകൾ കഴിക്കാറുണ്ട്. സാലഡിനായിട്ട് നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് പ്രധാനമായിട്ടും തക്കാളി, ക്യുക്കുംബർ, ലെറ്റ്യൂസ് ഇതൊക്കെയാണ്. ഇതിൽ ധാരാളം ജലാംശമുണ്ട്. അപ്പോൾ ഇതിൽ അധികമുള്ള ജലാംശം വലിച്ചെടുക്കാനായിട്ട് സാലഡ് നമ്മൾ തയ്യാറാക്കിയതിന് ശേഷം 2-3 കഷ്ണം ബ്രെഡ് അതിൻ്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ ഈ സാലഡിൽ അധികമുള്ള ജലം അത് വലിച്ചെടുക്കും. അതുപോലെ തന്നെ നമ്മൾ മലയാളികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇഷ്ടപ്പെട്ട വിഭവമാണ് ദോശയും ഇഡ്ഡലിയും. ദോശയ്ക്ക് നല്ല സ്വാദ് കിട്ടാനായിട്ട് ദോശമാവ് നമ്മൾ അരയ്ക്കുമ്പോൾ 2 വെണ്ടയ്ക്ക ചേർത്ത് അരയ്ക്കുകയാണെങ്കിൽ നല്ല സ്വാദുള്ള ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ തലേ ദിവസം ഇഡ്ഡലിക്ക് മാവ് അരയ്ക്കുമ്പോൾ ഈ ഇഡ്ഡലി മാവ് ഐസ് വാട്ടർ ചേർത്ത് അരയ്ക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം നല്ല മയമുള്ള സ്വാദുള്ള ഇഡ്ഡലീസ് ഉണ്ടാക്കിയെടുക്കാം.
ഇനി നമ്മൾ സാൻഡ്വിച്ചിനും കുട്ടികളുടെ ടിഫിൻ ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ റൊട്ടി മുറിക്കുന്ന സമയത്ത് അത് നല്ല പെർഫെക്റ്റ് സ്ലൈസസ് ആയിട്ട് കിട്ടാനായിട്ട് നമ്മൾ ആ റൊട്ടി മുറിക്കുന്ന കത്തി ഒന്ന് കുറച്ച് തിളച്ച വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ റൊട്ടി സ്ലൈസ് ചെയ്യുകയാണെങ്കിൽ പൊടിയാതെ നല്ല പെർഫെക്റ്റ് സ്ലൈസസ് ആയിട്ട് നമുക്ക് എടുക്കാം. ഇനി നമ്മൾ മോരുണ്ടാക്കുമ്പോൾ ശകലം ഒന്ന് പുളി കൂടിപ്പോയാൽ ഒരു 2 കഷ്ണം തേങ്ങ ചേർത്താൽ ആ പുളി മാറിക്കിട്ടും. ഇനി പച്ചക്കറികൾ ചീര, ക്യാരറ്റ്, ക്യാബേജ് ഇതൊക്കെ നമ്മൾ വാങ്ങി വന്നിട്ട് അത് ഉപയോഗിക്കാതെ ഇരുന്നാൽ അത് വാടിപ്പോകും. അപ്പോൾ ഈ വാടിയ പച്ചക്കറികൾ നമ്മൾ പാകം ചെയ്യുമ്പോൾ അല്പം വെണ്ണയും കുരുമുളക് പൊടിച്ചതും ഉപ്പും ചേർത്ത് പാചകം ചെയ്യുകയാണെങ്കിൽ ആ വാടിയ രുചി അറിയത്തേയില്ല. ഇനി നമ്മൾ തോരനും മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു കരിഞ്ഞ മണം വരികയാണെങ്കിൽ തീ ഒന്ന് കെടുത്തി ഒരു കഷ്ണം റൊട്ടി ആ പച്ചക്കറിയുടെ മുകളിൽ വെച്ചാൽ കരിഞ്ഞ മണം മാറിക്കിട്ടും. ഉരുളക്കിഴങ്ങ് നമ്മൾ വാങ്ങി വരുമ്പോൾ അത് നിരത്തിയിടണം. എന്ന് മാത്രമല്ല അത് പേപ്പർ ബാഗുകളിലാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ അത് ഏറെ നാൾ കേടുവരാതെ ഇരിക്കും. ഇനി നമ്മൾ ഇത് ഉപയോഗിക്കാതെ വെക്കുകയാണെങ്കിൽ ഉരുളക്കിഴങ്ങ് മുളയ്ക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ മുളയ്ക്കാതിരിക്കാനായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് സൂക്ഷിക്കുമ്പോൾ ഒപ്പം ഒരു ആപ്പിളും കൂടി വെക്കുകയാണെങ്കിൽ അത് മുളയ്ക്കാതെ നമുക്ക് സൂക്ഷിക്കാം. ഇനി നമ്മൾ വീടുകളിൽ സാൻഡ്വിച്ചിനാണെങ്കിലും ബർഗറിനാണെങ്കിലും ബേക്സിനാണെങ്കിലും ചീസ് നമ്മൾ ധാരാളമായിട്ട് വിഭവങ്ങളിൽ ചേർക്കാറുണ്ട്. അപ്പോൾ ഈ ചീസ് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ഗ്രേറ്റ് ചെയ്ത ചീസ് ആ ഗ്രേറ്ററിൽ നിന്ന് മൊത്തം കളഞ്ഞു കിട്ടാനായിട്ട് നമ്മൾ ഒരു പൊട്ടാറ്റോ ചീസ് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം പൊട്ടാറ്റോ ഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ മൊത്തം ചീസ് നമുക്ക് കളഞ്ഞെടുക്കാം. ഇനി നമ്മൾ ചീര വാങ്ങി വരുമ്പോൾ ചീര നമ്മളൊരു പത്രക്കടലാസിലാക്കി പൊതിഞ്ഞ് നമ്മളത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അത് വാടാതെ ഏറെ നാൾ ഫ്രഷായിട്ട് നമുക്ക് എടുക്കാം. കറിവേപ്പില വാങ്ങി വരുമ്പോൾ അതൊരു വാഴയിലയിലാക്കിയിട്ട് വെള്ളം തളിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത് വാടാതെ ഒരാഴ്ചയോളം ഫ്രഷ് ആയിട്ടിരിക്കും. ക്യാരറ്റിൻ്റെ കാര്യം തന്നെ എടുക്കാം. ക്യാരറ്റിൻ്റെ പൊടിപ്പുള്ള ഭാഗം മുറിച്ച് കളഞ്ഞതിന് ശേഷം നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ നാൾ അത് കേടുവരാതെ ഇരിക്കും. ഇന്നത്തെ ടിപ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം അടുത്ത ആഴ്ച വീട്ടുകാര്യത്തിലൂടെ. രുചിഭേദങ്ങളുമായി എത്തിയ ഇന്നത്തെ വനിത ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വനിതാ കാഴ്ചകൾക്കായി കാത്തിരിക്കുക.